മെൻ്റൽ ഹെൽത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു തെറപ്പി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാബു തന്നെയാണ് ഇന്നത്തെ കാലത്ത്. ഒരു ക്ലയൻറ്റ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത്, എൻ്റെ അടുത്ത് നല്ല ഏതൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്തും വരുന്ന സമയത്ത് നമ്മൾ ആദ്യം അവരെ ഒന്ന് കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി എത്ര തന്നെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും മെൻ്റൽ ഹെൽത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു തെറപ്പി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാബു തന്നെയാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അവരുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. എന്താ ചെയ്യാൻ പോണത്, ഇനി ഞാൻ കാലാകാലം ഇങ്ങനെ മരുന്ന് കഴിക്കേണ്ടി വരുമോ, തെറപ്പി എടുക്കേണ്ടി വരുമോ എന്നുള്ള പല സംശയങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാവും. അതും അവരാരോടും അന്ന് വരെ തുറന്ന് പറയാത്ത പല കാര്യങ്ങളും ഷെയർ ചെയ്യാനായിരിക്കും നമ്മളടുത്ത് വരിക. അപ്പോൾ വെറുതെ നമ്മൾ ആ ഒരു സമയം, ആ ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയുള്ള കാര്യം വെറുതെ ഒരു കാര്യത്തിനാണെങ്കിൽ ഒരിക്കലും അവർ അവരുടെ ഉള്ളിലുള്ള മുറിവുകൾ അല്ലെങ്കിൽ ഉള്ളിലുള്ള വിഷമങ്ങൾ അവർ തുറന്ന് പറയില്ല. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആക്കി റാപ്പോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു തെറപ്പിസ്റ്റിൻ്റെയും പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുന്നത്.